അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ ഇവനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ ശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. സഹോദരിമാർ, നമ്മുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നുകൊണ്ട് ആഗ്രഹത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എൻ്റെ യാത്ര. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത്, അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂലൈ 25 കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നൊരാഴ്ചയായി നമ്മുടെ കേരളം ഉറങ്ങുന്നത് 2 വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഒന്നാമത്തെ വാർത്ത രാവിലെ തന്നെ വന്നു. നമ്മളത് കേൾക്കാതെ അവനെ അവളെ ഒരു തരത്തിലും ആർക്കും അറസ്റ്റ് ചെയ്യാൻ അവകാശമില്ല. ഇത് പറയുമ്പോഴാണ് ആ സ്ത്രീ, ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ, ഇവരോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഒരു വാക്ക് മറുപടി പറയാൻ വാ തുറക്കുമ്പോൾ റച്ചത്തട്ടം. അതിന്റെ മലയാള പരിവർത്തനം വന്നു, നിന്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കട്ടെ, വാ തുറക്കരുത്. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സന്യാസിനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സന്യാസിനി നോക്കിക്കോളും, ഒരു പുരോഹിതന് എന്തെങ്കിലും പറ്റിയാൽ ഒരു പുരോഹിതനെ നോക്കിക്കോളും. പക്ഷെ അൽമാർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിനകത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നിൽക്കുന്ന ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. വൈദിക വേഷധാരികളല്ലാത്തവരെക്കാൾ കൂടുതലുള്ളവ, അവരെക്കാൾ കൂടുതൽ വൈദിക വേഷം, സന്യസ്ത വേഷം ധരിക്കാത്ത ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുമാണ്. ശരീരം നൽകാൻ വായ തുറക്കാൻ അനുവദിക്കാത്തതിന്റെ ഒരു പ്രതിഷേധ കൂടിയായിട്ടാണ് നമ്മളിവിടെ വായ മൂടിക്കെട്ടി. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെ ഒരു പൗരന്റെ വായ മൂടിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ അത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഭരണഘടനയുടെ വായ മൂടിക്കെട്ടുന്ന ഒരു വലിച്ചാൽ ആളുകൾ വരുമോ എന്ന സംശയമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ തൊടുപുഴയിൽ കത്തോലിക്ക സഭ. ഈ സഭ നമ്മുടെ മാതാവാണെന്നോന്നും ഒക്കെ അവർ റെഡിയായതുകൊണ്ടാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതമാണ് ഞങ്ങൾ ജനിച്ച നാടും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും മാത്രം അടങ്ങുന്ന കുടുംബവും നാടും അല്ലെങ്കിൽ കേരളം ജനിച്ച സ്ഥലമേതോ അവരെ ഏറ്റെടുത്ത ഈ ബ്രഹ്മചര്യ വ്രതമാണ് ഞങ്ങളെ ഇങ്ങനെ ലോകത്തിന്റെ അതിർത്തിയോളം പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, മതപരിവർത്തനം. അതിന് എല്ലാവരും റെഡിയാണ്.
ഈ 2-3 ദിവസങ്ങളിൽ എനിക്കുള്ളിൽ മരണാസന്നരായ പാവപ്പെട്ട മനുഷ്യരെയും അവരുടെ സമാധാനത്തോടു കൂടി മരിക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നത് ഈ നിമിഷത്തിലും അവർ ജയിലിലാണ്. കേന്ദ്രമന്ത്രി ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്നിട്ടും ജയിലിലാണ്. കേന്ദ്രമന്ത്രി ഇടപെട്ടാൽ കേസിന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുഴുവൻ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ ആവേശത്തിളപ്പിലായിരുന്നു. ഞങ്ങളുടെ പെങ്ങന്മാർ ജയിലിലാണ്. വിശ്വാസത്തിലേക്ക് പറഞ്ഞുവിട്ട ആ മനുഷ്യന്റെ ആദ്യകാല രേഖകൾ നമുക്ക് പരിശോധിക്കണം. ജോലിസമേ നമുക്ക് പരിശോധിക്കണം. ആദ്യകാല രേഖകൾ പരിശോധിക്കണം. എന്നിട്ട് അതിൽ എത്ര മൃതദേഹങ്ങളെയും മതപരിവർത്തനത്തിന് വിധേയമാക്കി എന്നുള്ളത് എഴുതിയെടുത്തോണ്ട് വേണം പോകാൻ. എന്നിട്ട് നിങ്ങൾ തുർക്കിയിലോ നിങ്ങൾ ഛത്തീസ്ഗഡിലോ എവിടെയെങ്കിലും പോയി വാമൂടി കെട്ടാൻ വേണ്ടി പരിശ്രമിച്ചോ? അതുകൊണ്ട് എനിക്ക് നരേന്ദ്രമോദിജിയോട് ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, അഭ്യർത്ഥനയുണ്ട്. നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കേരളത്തിലെ, ഭാരതത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽ, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ, കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. വംശശുദ്ധി വരുത്താൻ വേണ്ടി ജർമ്മൻ ജനതയുടെ ഇടയിൽ നിന്ന് യഹൂദ ജനതയെ വിഷം കൊടുത്തു കൊന്ന് വംശശുദ്ധി വരുത്താൻ വേണ്ടി ഹിറ്റ്ലർ സൃഷ്ടിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പ് ജർമ്മനിയിൽ ഇപ്പോഴുണ്ട്. എനിക്ക് നരേന്ദ്രമോദിജിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇന്ത്യയെ ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റരുത്. ഇന്ത്യയെ ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റരുത്. ഇവിടെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ജനത ഇവിടെ അവരുടെ വിശ്വാസം പ്രഘോഷണം ചെയ്യാൻ, ഇവിടെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ വഴിമുടങ്ങി, യാത്ര മുടങ്ങി, ജീവിതത്തിന്റെ ഗതി തിരിഞ്ഞു പോകുന്ന, വഴിമുട്ടിപ്പോകുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് ജയിലഴികൾക്കുള്ളിൽ കഴിയുമ്പോൾ ആ തണുത്ത അറയിൽ, സിലിണ്ട അറയിൽ നമ്മോടൊപ്പം നമുക്ക് വേണ്ടി വേദന സഹിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരെയും കൂടപ്പിറപ്പ് നമുക്ക് സ്നേഹത്തോടെ താങ്കളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരിയോനായ നിലനിർത്താതെ ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ശിശുമാരെ സുവിശേഷ പ്രഘോഷണത്തിൽ അയച്ച മിശിഹായി അങ്ങേ ധീരമായി അനുഗമിച്ചതിന് പേരിൽ അകാരണമായി പീഡ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിശുവന്ദനയെയും ശിശുപ്രീതിയെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച മിശിഹായെ നിന്നെ സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിക്കാൻ, പ്രത്യാശയും ധൈര്യവും കൈവിടാതെ അങ്ങയോട് ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈന്യസ്ഥരെയും അൽമായ സംഘടനാ നേതാക്കളെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളെയും ദൈവമേ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഈ സയൻസ് സന്ധ്യ നിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ സർവ്വ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്നേഹമുള്ളവരെ, ഇവർക്കും ഒരു വാക്ക് നന്ദി പറയുന്നു.